24 കിലോ കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കടത്തുകാരൻ മാള പൂപ്പത്തി സ്വദേശി ഷാജി പിടിയിലായത് മുൻപ് കഞ്ചാവ് കടത്തിയതിന് 7.5 വർഷം കഠിന തടവിനും 75,000 രൂപ പിഴയും ശിക്ഷിക്കപ്പെട്ട് അപ്പീൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആൾ. കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലയിലെ പ്രധാന സഞ്ചാരപാതകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ കൊടകരയിൽ ദേശീയപാതയോട് ചേർന്ന് ബസ് സ്റ്റോപ്പിന് സമീപം സംശയാസ്പദമായി കണ്ടയാളിൽ നടത്തിയ പരിശോധനയിൽ 23 കിലോ കഞ്ചാവ് പിടികൂടി. 50ലേറെ ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയായ മാള പൂപ്പത്തി സ്വദേശി ഷാജി എന്ന പൂപ്പത്തി ഷാജിയാണ് പിടിയിലായത്. ഒറീസയിൽ നിന്നാണ് ട്രെയിൻ മാർഗവും ബസ് മാർഗവും വൻതോതിൽ കഞ്ചാവ് എത്തിക്കുന്നത്. ചാലക്കുടിയിലും പരിസരങ്ങളിലും വിതരണം ചെയ്യാൻ എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. കൊടകരയിൽ വന്നിറങ്ങി ഓട്ടോറിക്ഷ കാത്തു നിൽക്കവെയാണ് ഷാജിയെ പോലീസ് സംഘം പിടികൂടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷോൾഡർ ബാഗും മറ്റൊരു വലിയ ബാഗുമായി നിൽക്കുകയായിരുന്നു ഇയാൾ. പോലീസിനെ കണ്ട് ബാഗുകളുമായി ഒളിക്കാൻ ശ്രമിച്ചതോടെ ഷാജിയെ കസ്റ്റഡിയിലെടുത്തു. കുപ്രസിദ്ധ ലഹരി വ്യാപാരിയായ ബോംബെ തലയൻ ഷാജിയുടെ അടുത്ത സുഹൃത്തും ലഹരിക്കടത്തിൽ കൂട്ടാളിയുമാണ് പൂപ്പത്തി ഷാജി. ബോംബെ തലയൻ ഷാജിക്കൊപ്പം 3 പതിറ്റാണ്ടോളമായി സജീവ ലഹരിക്കടത്തു സംഘാംഗമായി പ്രവർത്തിക്കുന്ന പൂപ്പത്തി ഷാജിക്ക് 50ലേറെ കേസുകളുമുണ്ട്. 2020 കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയ കേസിൽ ഒറീസ സ്വദേശിക്കൊപ്പം പിടിയിലായതിനെ തുടർന്ന് 7.5 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. കുറച്ചുനാൾ ജയിലിൽ കിടന്ന ശേഷം അപ്പീലിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും ബോംബെ തലയൻ ഷാജിക്കൊപ്പം കഞ്ചാവ് കടത്ത് തുടരുകയായിരുന്നു.